90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ മത്സരം ഇങ്ങനെ വാശിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സെമി ഫൈനലിൽ എത്തിയിരിക്കുന്നത് 22 മത്സരാർത്ഥികളാണ്. ഇവരെല്ലാവരും ഇങ്ങനെ ഇഞ്ചാണ് മത്സരിക്കുന്നത്. ഞങ്ങൾക്ക് ഗ്രാൻഡ് ഫിനാലിൽ എത്തിയേ മതിയാവൂ എന്നാണ് ഓരോ മത്സരാർത്ഥിയും പറയുന്നത്. ഈ ഒരു മ്യൂസിക് ധമാക്കയുടെ വേദി എന്ന് പറയുന്നതും സംതിങ് സ്പെഷ്യലാണ്. കാരണം ഈ വേദിയിൽ മത്സരിച്ച് മാറ്റുരച്ചിട്ടുള്ള പലരും ഇന്ന് അറിയപ്പെടുന്ന പ്ലേ ബാക്ക് സിംഗേഴ്സാണ്. അപ്പോൾ ഈ സ്പെഷ്യൽ വേദിയിൽ നമ്മുടെ അടുത്ത മത്സരാർത്ഥി എത്തുകയാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആൽബിൻ ജോയ്. ആൽബിൻ, വെൽക്കം ടു മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7. താങ്ക് യു. ഓക്കെ, എങ്ങനെ എന്ത് തോന്നുന്നു ഈ ഒരു സെമി ഫൈനലിൽ എത്തി നിൽക്കുമ്പോൾ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓക്കെ, ഇപ്പം ഇത്രയധികം മത്സരാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്തതിന് സന്തോഷം. ആൽബിൻ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മാമൂട്ടിൽ നിന്നാണ്. മാമൂട് നിന്നാണ് വരുന്നത്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പാട്ട് പഠിക്കുന്നില്ല. പാട്ട് പഠിക്കാതെ സ്വയസിദ്ധമായ ഒരു കഴിവിലൂടെയാണ് ഈ ഒരു സെമി ഫൈനൽസ് വരെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്കപ്പം നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന റൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് മത്സരിക്കാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തേക്കുന്നത്? മാണിക്യ വീണയുമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു സോങ് ആണ്. നമുക്ക് എന്താണെങ്കിലും ആൽബിൻ്റെ മാണിക്യ വീണയുമായിട്ട് എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. അപ്പോൾ ആൽബിൻ, ഓൾ ദ വെരി ബെസ്റ്റ്. വീണയുമായി മനസ്സിൻ്റെ താമരപ്പൂവിൽ നൊന്നവൾ
ആൽബിൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പഠിച്ചതുപോലെ പാടാൻ പറ്റിയോ? പഠിച്ചതുപോലെ കുറച്ചൊക്കെ പാടാൻ പറ്റി. അപ്പം ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്നാൽ അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? പോകാം. യെസ്, അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് അന്യഭാഷാ സോങ്സ് ആണ്. ഏത് സോങ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? കേസരിയ എന്ന് പറഞ്ഞു. കേസരിയ. അപ്പോൾ നല്ലൊരു പാട്ടാണ്. അതേ ഫീലിൽ അതേ മൂഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൽവിന് പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. मुझको इतना बताए कोई कैसे तुझसे दिल ना लगाए कोई रब्बा ने तुझको बनाने में कर दी है हुस्न की काली तिजोरियां काजल की सियाही से लगी है तूने जाने कितनों की लव स्टोरियां केसरिया तेरा इश्क है पिया रंग जाओ जो मैं हाथ लगाओ दिन बीते सारा तेरे फिक्र में रेन सारी तेरी हेर बनाओ पतझड़ के मौसम में भी रंगी चानारों जैसी चमके सन्नाटों में तो वीणा के तारों जैसी सड़ियों से भी लंबी मन की आमावा से हो तो पुल चढ़ियों वाले त्योहारों जैसी झंडा भी दीवाना है तेरा चलती है तुझसे सारी चकोरिया काजल की सियाही से लगी है तूने जाने कितनों की लव स्टोरिया केसरिया तेरा इश्क है पिया रंग जाओ जो मैं हाथ लगाओ दिन बीते सारा तेरे फिक्र में रेन सारी तेरी हेर मनाओ ആൽബിൻ, ഈ രണ്ട് പാട്ട് സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും സ്പെഷ്യൽ റീസൺസ് ഉണ്ടോ? ആദ്യം ഓൾഡീസ് ഗോൾഡ് എന്ന റൗണ്ടിൽ ഞാൻ എടുത്ത പാട്ട് എനിക്ക് എൻ്റെ അമ്മ എടുത്തു തന്നതാണ്. അടിപൊളി. ഓക്കെ, പിന്നെ ഇത് കേട്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. ഞാൻ രണ്ടാമത് എടുത്തത് കഴിഞ്ഞ വർഷം ഞാനിത് പാടിയിട്ടുള്ള പാട്ടാണ്. ഓക്കെ, അതുകൊണ്ട് അത് തന്നെ സെലക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ആൽബിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ആന്റണി സാർ, എങ്ങനെയുണ്ടായിരുന്നു ആൽബിന്റെ പെർഫോമൻസ്? ആൽബിൻ എന്തോ പിന്നെ മാണിക്യ വീണയുമായൻ മനസ്സിൻ്റെ അല്ലേ, ഒരു വളരെ ഓൾഡായിട്ടുള്ള ഒത്തിരി ജനങ്ങൾ, സാധാരണ ജനങ്ങളും അല്ലാത്തവരും എല്ലാം പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ടാണ്. അതെ. പിന്നെ മോനത് എനിക്ക് തോന്നുന്ന പാട്ട് പഠിക്കുന്നുണ്ടോ? ഇല്ല, പഠിക്കുന്നില്ല. മോൻ തന്നെ കേട്ടങ്ങ് പാടുവാണോ? ആണോ? അപ്പോൾ അത് അതിൻ്റെതായ ഒരു കുറവുണ്ട്. മോൻ്റെ ഒരു ഭാവനയിൽ മോൻ്റെ ഒരു ഇമാജിനേഷനിൽ ആ നോട്ട്സ് പാടുവാണ്. നമ്മളപ്പം അത് വലിയൊരു ഗാനഗന്ധർവനൊക്കെ പാടിയ പഴയ ഒരു ഗാനമാണ്. അപ്പോൾ അതൊരു കറക്റ്റ് നോട്ട്സ്, അതിൻ്റെ കറക്റ്റ് സ്വരസ്ഥാനങ്ങളിലൂടെ വ്യതിചലിച്ച് ഇച്ചിരി പോയിട്ടുണ്ട്. ഡീവിയേഷൻ ഫ്രം ഒറിജിനൽ. അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. ആ റൂട്ടിൽ നിന്നൊക്കെ ഇച്ചിരി വേറെ വഴിക്കൂടെ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു മോന് പാടാൻ കഴിവുണ്ട്, താളമുണ്ട്, താളബോധമുണ്ട്, ശ്രുതിബോധമുണ്ട്, മ്യൂസിക്കിൻ്റെ എലമെൻറ്റ്സ് ആയിട്ടുള്ള ശ്രുതിയും താളവും എല്ലാം ഉണ്ട് മോന്. ഇനി എന്താ വേണ്ടത്? പ്രാക്ടീസ് തന്നെയാണോ പ്രാക്ടീസ്? അല്ല, ഒരു എക്സ്പേർട്ട് ട്രെയിനിങ്, ഒരു എക്സ്പേർട്ടിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഈ പാട്ട് കേൾപ്പിക്കണം. സാറേ ഞാൻ ഈ പാടുന്ന ഒറിജിനലാണ്, ഇത് കറക്റ്റ് ആണോ? അങ്ങനെ ഒരു ടച്ചോടെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആവും കേട്ടോ. അതേ ഉള്ളൂ. വേറെ ഹിന്ദി സോങ്ങും ഇങ്ങനെ പോയി കുഴപ്പമില്ല. മോൻ്റെ ഇമാജിനേഷൻ, മോൻ്റെ ഇതിലൊക്കെ പോയി. ഇത് ഒരു എക്സ്പേർട്ട് ടച്ചോടെ വരുമ്പോൾ
പെർഫെക്റ്റ് ആവും. ഓക്കെ, അതുകൊണ്ട് ആ ഒരു കാര്യം പറയാനുള്ളൂ. വെരി ഗുഡ്, വെൽ ഡൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. അപ്പം നല്ല കമൻസ് ആണ് സാറിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്നാൽ ഷൈ സാറിന്റെ ഒപ്പീനിയനും കൂടെ ഒന്ന് അറിഞ്ഞാലോ? ഷൈ സാർ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു പെർഫോമൻസ്? ആൽവിൻ എന്തോ നല്ല സ്വരമാണ്. താങ്ക് യു. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തെളിഞ്ഞ് വരും സ്വരം. സാറ് പറഞ്ഞ പോലെ വളരെ പോപ്പുലറായിട്ടുള്ളൊരു സോങ്ങാണ്. യേശുദാസിന് അവാർഡ് കിട്ടിയല്ലേ, അവാർഡ് വരെ കിട്ടിയ ഒരു സോങ്ങാണ്. അപ്പോൾ അതിന് ആൾക്കാരുടെ മനസ്സിൽ ശരിക്കും പതിഞ്ഞു കിടക്കുന്ന പാട്ടാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടിൽ നിന്നും കുറച്ചൊരു വ്യത്യാസത്തിലാണ് നമ്മൾ പാടുന്നത്. അപ്പം നമ്മളെ ഫിലിം സോങ് പാടുമ്പം ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ സിംഗർ പാടിയിരിക്കുന്ന അതേ വഴി കൂടെ തന്നെ വരുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുന്നത് ആ പാട്ട്. മോൻ ഈ കുറച്ച് മോൻ്റെ ആയിട്ടുള്ള ഒരു ഐഡിയാസ് കൂടെ ചേർത്താണ് പാടിയേക്കുന്നത്. അതിൻ്റെ ആയിട്ടുള്ള വ്യത്യാസം ശരിക്കും ആദ്യം അവസാനം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹിന്ദി പാട്ട് നന്നായിരുന്നു. ഓക്കെ, കൂടുതൽ പഠിക്കണം കേട്ടോ. പിന്നെ ഒരു സാറിനൊക്കെ പോയി പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് മോനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ ഇനി പാട്ട് പഠിക്കാൻ പോവല്ലേ? ഇനി പഠിക്കാം. അപ്പം എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലയിലേക്ക് ആൽവിൻ ഉണ്ടോ എന്നറിയാനായിട്ട് കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ ബാക്കിയുള്ള മത്സരാർത്ഥികളും കൂടി പാടാനുണ്ട്. അവരും കൂടെ പാടിയതിന് ശേഷമാണ് ആരൊക്കെയായിരിക്കും ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തുക എന്ന് നമ്മൾ അറിയിക്കുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസന്റ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.